Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Galaxy S20 FE 5G എന്ന ഫോണിന്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. ഇത് S21 എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ 70,000 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഫോണിനേക്കാൾ കുറച്ച് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ബെറ്റർ തന്നെയാണത്. എന്തൊക്കെ കാര്യങ്ങളിൽ ബെറ്റർ ആണ്? എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ? ആക്ച്വലി ഇതൊരു വാല്യൂ ഫോർ മണി ആണോ? തീർച്ചയായിട്ടും ഒരു സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 50,000 രൂപ സെഗ്മെന്റ് നോക്കിയാൽ പൊതുവെ ആ റേഞ്ചിൽ പോയാൽ OnePlus ആണ് നമ്മൾ പരിഗണിക്കുക. പക്ഷേ ഈ ഫോൺ അതിന് മുകളിൽ വേണമെങ്കിലും പരിഗണിക്കാം. കാരണം നല്ലൊരു സാംസങ് ഫോണാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ളത് വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. നേരെ വീഡിയോ. ഹായ്, ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസർ വെച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. 1 UI 2 കാര്യങ്ങളൊക്കെ ഉണ്ട്. 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ, ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേയിലാണ്. നമുക്ക് 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, മെയിൻ ക്യാമറ 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ആണ്. 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. 4500 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിന് 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറേ വരുന്നുള്ളൂ. വയർലെസ് പവർ ഷെയർ, വയർലെസ് ചാർജിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം വയർലെസ് ആയിട്ട് നമുക്ക് പവർ ഷെയറിംഗ്, മറ്റുള്ള ഗാലക്സി ബഡ് പോലുള്ള സംഭവങ്ങൾ ഇതിന്റെ പുറകിൽ നിന്ന് ചാർജ് ചെയ്യാൻ തുടങ്ങിയ സൗകര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. സോ ഒരുവിധം മെയിൻ ആയിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം അടക്കം എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോണാണ് Galaxy S20 FE 5G. സോ ഒരു ഫാൻ എഡിഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് മൈൻഡ് ചെയ്യാണ്ട് വിടാൻ പാടില്ല. കാരണം ഇതൊരു എല്ലാ തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും ഉള്ള ഫോണാണ് ഈ S20 FE 5G എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈവൻ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ S21 ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. കാരണം ഇത് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ആണ്. 70,000 രൂപയോളം വരുന്നുണ്ട് നമുക്ക് S21. അതേസമയം ഇതിനാണെങ്കിൽ 50-55 രൂപ റേഞ്ചിലേ ഉള്ളൂ. സോ ഒരു 10-15-20 രൂപ റേഞ്ചിനിടയ്ക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസിലും ഒരു ബെറ്റർ പെർഫോമൻസും ബെറ്റർ സ്പെക്കും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാമല്ലോ. ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾറെഡി ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും പോർട്സ് ആൻഡ് ബട്ടൺസ് എല്ലാം അൺബോക്സിംഗിൽ ഞാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ്. യാതൊരു വിധ കംപ്ലൈൻസും നമുക്ക് യൂസിനിടയ്ക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ യൂസ് ചെയ്യുന്ന അതേ കംഫർട്ട്, ഒരു ഫാൻ എഡിഷനോ അല്ലെങ്കിൽ ടോൺ ഡൗൺ വേരിയന്റോ ഒന്നും ഉപയോഗിക്കുന്ന പോലെയല്ല, ഒരു ശരിയായ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു പവറിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഭാഗമാണെങ്കിൽ നല്ല സ്മൂത്ത് ആയ ഒരു സെറ്റപ്പാണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഈവൻ ഔട്ട്ഡോറിലടക്കം ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴായാലും എനിക്ക് വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റസ്റ്റ് ആയ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. ഞാൻ യൂസറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഇതിന്റെ സ്പെക് ഒക്കെ നോക്കി റിവ്യൂവറുടെ ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ നല്ലത് പറയാനോ ശ്രമിക്കുന്ന ഒരാളുടെ അല്ല, ഒരു സാധാരണ യൂസർ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സഫീഷ്യന്റ് ആയ ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്. സോ ഓവറോൾ ഡിസ്പ്ലേയും ഡിസൈനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള കംപ്ലൈന്റും പറയാനില്ല. ആകെ വേണമെങ്കിൽ ഒരു കാര്യം പറയാവുന്നത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ വരുന്നില്ല. അഡാപ്റ്റർ ആണെങ്കിൽ ടൈപ്പ് സി എന്നുള്ള അഡാപ്റ്റർ ആണെങ്കിൽ അതും ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ചാർജർ ആണെങ്കിൽ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറേ വെച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫിസിക്കലി അതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കരുതാം. അതല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. കാരണം വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊരു പോസിറ്റീവാണ്. സോ അങ്ങനെ ഓവറോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴും എനിക്കിത് ഓക്കെയാണ്. ഈ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഒരുവിധം ഫോണുകളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. സോ ഡിസൈൻ, ഡിസ്പ്ലേ, ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് എല്ലാ കാര്യങ്ങളിലും ഒരുവിധം ഓക്കെ സെറ്റപ്പ് ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. കോള്, വൈഫൈ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂ ഇല്ല. വൈഫൈ ഒക്കെ എക്സലന്റ് സെറ്റപ്പ് ആണ്. കോളൊക്കെ ആണെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല. സ്പീക്കറൊക്കെ സഫീഷ്യന്റ്ലി ലൗഡ്, നീറ്റ് ആൻഡ് ക്ലിയർ സെറ്റപ്പ് ആണ്. ആ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇതിന് നോർമലി കിട്ടുന്നുണ്ട്, ഹെഡ്ഫോണിലും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ സൗണ്ട്, കോള് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ക്യാമറ ടു API ലെവൽ 3 പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഗൂഗിൾ ക്യാമറ, നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ പോലെ നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറ ഉപയോഗിക്കുന്ന ഒരു പ്രോ ലെവലിലൊക്കെ എടുക്കണം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സൗകര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. സോ കോളിന്റെ സൗണ്ടിന്റെയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പ്രോസസ്സർ അതിന്റെ ഒരു പവറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗെയിം ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാം. യാതൊരു വിധ ഇഷ്യൂസും ഇല്ല. സോ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലൈക്ക് ഫോൺ കയ്യിലിരിക്കും. നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ്, 1 UI 3.1 അടിപൊളി സെറ്റപ്പ്, എല്ലാ കാര്യങ്ങളുടെ ഒപ്പം നല്ല മികച്ച പെർഫോമൻസും ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. സോ പെർഫോമൻസിന്റെ ഭാഗത്ത് എനിക്ക് യാതൊരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. ലാഗും കാര്യങ്ങളൊന്നുമില്ല. യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഗെയിം കളിക്കാം. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല.
ഓവറോൾ മികച്ച പെർഫോമൻസും എനിക്ക് ഈ ഫോൺ തരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറെ ദിവസമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇതിന്റെ ക്യാമറ സെഗ്മെന്റിലേക്ക് വന്നാലോ? നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. ഒരു നല്ല ഡീസന്റ് ആയ ക്വാളിറ്റിയാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. സ്റ്റെബിലൈസേഷൻ 4Kയുടെ സ്റ്റെബിലൈസേഷൻ അത്ര പോരാ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്തേക്കാം. പക്ഷെ ആ ഒരു അവസ്ഥയിലും നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക, ഈ ഒരു 4K ഒരു സെൽഫി ക്യാമറ വീഡിയോ നിങ്ങൾ 4Kയിൽ എത്ര കണ്ട് എടുക്കും എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു സ്റ്റെബിലൈസേഷൻ ലെവൽ മതിയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുക, വീഡിയോ കണ്ട് പരിശോധിക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം വരിക. സംഗതി എന്തായാലും ക്യാമറയുടെ ക്വാളിറ്റി എന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ഫോട്ടോ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ഇമേജുകളെല്ലാം തന്നെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ആവശ്യത്തിന് ഇത് സഫീഷ്യന്റ് ആയിരിക്കുമോ? ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസന്റ് ആയ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളുമാണ് ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് 30 ഫ്രെയിം പെർ സെക്കൻഡ് എല്ലാത്തിലും ഷൂട്ട് ചെയ്യാം. അത് നല്ല ഡീസന്റ് ആയ ക്വാളിറ്റി വിത്ത് സ്റ്റെബിലൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. സോ ഒരു ഓവറോൾ ഗുഡ് ക്വാളിറ്റി ലെവലുള്ള വീഡിയോസ് നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിന്റെ, നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ഒരു SL100 എന്ന് പറയുന്ന ആ ഒരു ലൈറ്റിന്റെ സ്റ്റുഡിയോ ലൈറ്റിന്റെ സപ്പോർട്ടോട് എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. ഈ ഒരു ക്വാളിറ്റി എന്തായാലും സഫീഷ്യന്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ സെൽഫി ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. സെൽഫി ക്യാമറ അടിപൊളിയായിരുന്നു. സോ ഇത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി മതിയോ എന്നുള്ളത് ആലോചിക്കുക. ഇനി നമുക്ക് നേരെ പുറത്ത് പോയിട്ട് സിംഗിൾ ലൈറ്റ്, നമ്മൾ പതിവായിട്ട് എടുക്കാറുള്ള ഒരു ചെറിയ CFL ബൾബിന്റെ വെളിച്ചത്തിൽ മാത്രം നമ്മൾ എടുത്താൽ എന്ത് ക്വാളിറ്റി ഉണ്ടാവും നോക്കാം. അങ്ങോട്ട് ഓക്കെ. അപ്പം നമ്മൾ പതിവായിട്ട് എടുക്കാറുള്ള ആ ഒരു ചെറിയ CFL ബൾബിന്റെ വെളിച്ചത്തിൽ നിന്നുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഇത് മിനിമം ലൈറ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ നോർമൽ ഒരു വീടിനകത്ത് ഒരു ബൾബ് ഇട്ടാൽ കിട്ടുന്ന ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വലിയൊരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാനില്ല. ഞാൻ മിക്കവാറും ക്യാമറ എടുക്കുമ്പോൾ പറയാറുണ്ട്, ക്യാമറയുടെ എക്സ്ട്രീം ടെസ്റ്റ് ആണ് ഈ ഒരു ഒറ്റ ലൈറ്റിന്റെ ചെറിയ ലൈറ്റിന്റെ സഹായത്തിൽ എടുക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീം ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരം വളരെ ചെറിയൊരു ലൈറ്റിന്റെ സപ്പോർട്ടേ ഉള്ളെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. സോ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി തരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. അത് സെൽഫി ക്യാമറ ആയാലും മെയിൻ ക്യാമറ ആയാലും ഒരുപോലെ ക്വാളിറ്റി തരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ്. അത് ഡേ ലൈറ്റിലായാലും ശരി, ലോ ലൈറ്റിലായാലും ശരി, ക്വാളിറ്റിക്ക് യാതൊരു ഇഷ്യൂസും എനിക്ക് പറയാനില്ല. നല്ല ഡീസന്റ് ആയ ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഫോണിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ക്യാമറയെ മനസ്സിലായി. ബാറ്ററി 4500 mAh, ഈ പറഞ്ഞ രീതിയിലുള്ള ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ദിവസം നൈസായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. കൂടിയ റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തേക്കൊന്നും എത്തുന്നില്ല. 1.5 ദിവസം വരെയുള്ള ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. സോ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെയും ഓക്കെയാണ്. ഇനി എന്തുകൊണ്ട് S21 ഇത് തന്നെയാണ് ബെറ്റർ എന്ന് ഞാൻ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേയുടെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതേ ഡിസൈൻ തന്നെയാണ് S21 വരുന്നത്. കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് S21 ഡിസ്പ്ലേ. ബട്ട് ഈ ഡിസ്പ്ലേയിലുള്ള 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും AMOLED ഡിസ്പ്ലേയും ഒക്കെ തന്നെയാണ് അതിലും ഉള്ളത്. സോ ഒരു സെയിം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും നോക്കിയാൽ ഒട്ടും മോശമല്ല. S20 FE 5Gയുടെ ഡിസൈൻ ഒരു നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയർ പ്ലാസ്റ്റിക് തന്നെ, സൈഡ് അലുമിനിയം ഫ്രെയിം, ഒരു നല്ല ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ. ഇതിൽ ഗൊറില്ല ഗ്ലാസ് 3 ആണ്. അതിൽ S21 ആണെങ്കിൽ അവിടെ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എഡ്ജാണ്. ബട്ട് എങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് കാണാൻ. ഒരു ലുക്ക് വൈസ് അടിപൊളിയാണ്. ഡിസ്പ്ലേയും സെയിം ആണ്. ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ്, IP60 വാട്ടർ സെൻസ് സംവിധാനങ്ങൾ ഇതെല്ലാം അതിലുണ്ട്, ഇതിലുണ്ട്. സോ കുറെ കാര്യങ്ങൾ അതിലുള്ളതൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. അതിനകത്ത് Exynos 2100 എന്ന പ്രോസസ്സറാണ്. അത് 5nm പ്രോസസ്സാണ്. സോ അത് കുറച്ച് ബെറ്റർ ആയ പ്രോസസ്സറാണ്. ബട്ട് ഇത് സ്നാപ്ഡ്രാഗൺ 865 ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോൺ വിത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഒരുപാട് പേർക്ക് താല്പര്യമുള്ള വിഷയമാണ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുള്ളതൊക്കെ ഇതിലും ഉണ്ട്. പ്ലസ് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അതിലുണ്ട്. ഈ പറഞ്ഞ പോലെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഉണ്ട്. അതേപോലെ ഫ്രണ്ട് ക്യാമറയ്ക്ക് നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ബെറ്റർ ആണ്. ബട്ട് മേജറായ പല കാര്യങ്ങളും അതിലുള്ളതെല്ലാം ഇതിലുണ്ട്. പ്രൈസ് കുറവ് വിത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ S21 കുറച്ചുകൂടി നല്ലതായിട്ട്, അല്ലെങ്കിൽ വാല്യൂ നല്ലതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വാല്യൂ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് S20 FE 5G ആണെന്ന് ഞാൻ വിചാരിക്കുന്നതിന്റെ കാരണം. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ, ഈ ഒരു കുറച്ച് ദിവസത്തെ യൂസിന് ശേഷം S20 FE 5Gയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. യാതൊരു ഇഷ്യൂവും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് തോന്നിയിട്ടില്ല. മാത്രവുമല്ല 70,000 S21 കമ്പയർ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി നല്ല വാല്യൂയിൽ സാംസങ് നല്ലൊരു ഫോൺ നമുക്ക് തന്നിരിക്കുകയാണെന്നാണ്, നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കി തന്നിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.